ഈ വീഡിയോ കാണുന്നവർ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് കൂട്ടിയിട്ട് കാണാം കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ആ സെറ്റിങ്സ് ഉണ്ടാവും നമ്മളെ വീഡിയോയിൽ ഓപ്പൺ ആക്കുമ്പോൾ മുകളുടെ സെറ്റിങ്സിൻ്റെ ഇത് കാണാം. അപ്പോൾ അവിടെ ക്വാളിറ്റി ഉണ്ടാവും. അതിൽ ക്വാളിറ്റിയിൽ അഡ്വാൻസ്ഡ് ഉണ്ടാവും. അഡ്വാൻസ്ഡ് പോയാൽ 360ൻ്റെ മുകൾക്കുള്ളതിൽ കാണാം കേട്ടോ. ഹായ്, നാടുകാണി ചുരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നാടുകാണി ചുരത്തുമ്മേ. ഇപ്പോൾ ഇവിടെ ഒരു ക്യാമ്പയിനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. VM സാദിഖലി പറഞ്ഞ ഒരു ആളുടെ നേതൃത്വത്തിൽ ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള ഒരു പരിപാടി. അപ്പോൾ ഈ ഒരു ചുരമൊക്കെ ഇപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി വരുന്നവരെ കുട്ടികളുടെ സ്നെഗ്ഗിങ് കാര്യങ്ങളൊക്കെ ഇട്ട് ആകെ വൃത്തികേടാക്കി വെക്കാറുള്ളത്. അപ്പോൾ അതിനി പോകുന്നവർ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം നമുക്ക് കാട് എന്ന് പറഞ്ഞത് നിലനിർത്തേണ്ട ഒരു ആവശ്യകത തന്നെയാണ്. കാട് കൊണ്ട് തന്നെയാണ് നമ്മളും ജീവിക്കുന്നത്. കാരണം കാടിലുള്ള അരുവിയും കാര്യങ്ങളൊക്കെ ഈ ഒരു കാടിൽ നിന്നുള്ള വരുന്ന അരുവിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ചാലിയാറും അതിൻ്റെ ഭാഗത്തുള്ളവർ പ്രദേശത്തൊക്കെ വെള്ളം കിട്ടുന്നവർ. അപ്പോൾ ഈ കാടും അന്തരീക്ഷവും മലകളും കുന്നുമൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എവിടെയാണെന്ന് വിചാരിച്ചാൽ ദേവാലഹട്ടി എന്ന സ്ഥലത്തേക്കാണ്. ഗൂഡല്ലൂരിനടുത്ത്, അതായത് പ്രോപ്പർ നാടുകാണിക്കടുത്താണ് ഇത്. നാടുകാണിയിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുള്ളൂ ഈ ദേവാലഹട്ടി എന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ നാടുകാണി ചുരം കയറി ഇതായൊരു നാടുകാണി ചുരം കയറി കഴിഞ്ഞാൽ തന്നെ ഒരു സ്ഥലമാണ് നാടുകാണി പറഞ്ഞ പ്രോപ്പർ സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്കും ഉണ്ട് റൈറ്റിലേക്കും റോഡുണ്ട്. ലെഫ്റ്റിലേക്ക് കഴിഞ്ഞാൽ കൽപ്പറ്റ ആ ഭാഗം, പന്തല്ലൂർ ആ സൈഡിലേക്കാണ് പോകുന്നത്. ഈ വഴിയും ആണെങ്കിൽ നമുക്ക് ദേവാലഹട്ടിക്ക് പോകാം. അതേപോലെ വലത് സൈഡിലേക്ക് പോയാൽ ഊട്ടി ഗൂഡല്ലൂർ റോഡാട്ടോ. അപ്പോൾ ഈ ഊട്ടി ഗൂഡല്ലൂർ റൂട്ടിന് പോയാലാണ് എത്രയും പെട്ടെന്ന് വേഗം എത്താൻ കഴിയുക. അപ്പോൾ നേരെ ആ റൂട്ടിന് പിടിച്ച് കുറച്ചോട്ട് മുമ്പോട്ട് പോയാൽ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് കാണാം. അപ്പോൾ അവിടുന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കാണാം. അതായത് നാടുകാണി അട്ടി റോഡ് പറഞ്ഞാണ്ട് ഇവിടുന്ന് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുള്ളൂ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു ഹട്ടി പറഞ്ഞ സ്ഥലത്തേക്കുള്ള. ഈ ഹട്ടി പറഞ്ഞ സ്ഥലം നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്ത് പോകുകയും ചെയ്യരുത് കേട്ടോ. കാരണം മൺസൂൺ കാലത്ത് എന്തായാലും പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ അത് അവിടെ ഒന്നും കാണാനും കാഴ്ചകളൊന്നുമില്ല. ജസ്റ്റ് ഒരു മുട്ടക്കുന്നും അവിടുത്തെ ഏലത്തോട്ടങ്ങളും ഇവിടുത്തെ ചെറിയ ചെറിയ കുടിലുകളൊക്കെ കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുമ്പോട്ട് പോകട്ടോ. മഴ സീസൺ തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു കോട മൂടിയ ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മഴ പെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇറങ്ങിയത്. ഞാൻ കുറച്ച് വൈകി ഇറങ്ങിയപ്പോൾ പോകുന്ന റൂട്ട് ചെറിയൊരു റോഡാണ്. അതായത് വീതി അത്ര കുറവുള്ള റോഡാണ്. അത്ര വീതിയൊന്നുമില്ല. പിന്നെ ആ മല മുകളിൽ അതെല്ലാ സൈഡും കോടം മൂടി കിടക്കുന്നുണ്ട്. അടിപൊളി റൂട്ടാട്ടത്. ഈ തമിഴ്നാടിൻ്റെ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. മഞ്ഞ കളറാവുമ്പോൾ മുകളിൽ നിന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട്. അപ്പോൾ അതിൽക്കൂടെ ആയിരിക്കും മിക്കവാറും നമുക്ക് പോകേണ്ടി വരിക. ഇപ്പോൾ കുറച്ച് മുകളിലേക്ക് കയറിയപ്പോൾ ജസ്റ്റ് നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആടുകളൊക്കെ മേയാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ കുറച്ച് ആളുകൾ താമസിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ആടുകളൊക്കെ ആയിരിക്കും ഇത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോകാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് മുന്നോട്ട് പോയേക്കാം. അപ്പോൾ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല കാറ്റടിക്കാൻ കേട്ടോ. കാറ്റും പ്ലസ് ചാറ്റൽ മഴയും കൂടി ഉണ്ടാകുമ്പോൾ വേറൊരു രസമാണ്. പോകുന്ന വഴിയാണ് കേട്ടത്. അടിപൊളി റൂട്ടാണ്. ജസ്റ്റ് ഒന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം.
ഇതിൻ്റെ മുകളിലേക്കാണ് കയറാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ പറ്റില്ല കേട്ടോ, പോകാൻ പറ്റില്ല. എന്താ അനിമൽ ക്രോസിങ് സോണാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പോലീസുകാരനെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ജസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങോട്ട് വരെ എത്തിപ്പെടാനൊന്നും. പിന്നെ റോഡ് അടിപൊളിയാണ്, ഏത് വണ്ടിക്കും വരും ചെയ്യാം. അപ്പോൾ നഷ്ടമൊന്നുമില്ല ഇങ്ങനെ ഒരു കാഴ്ചകൾ. നമുക്ക് പ്രത്യേകിച്ചും മഴക്കാലത്ത് വരണുണ്ടോ, മഴക്കാലത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ചിലപ്പോൾ നഷ്ടമായിക്കോണമെന്നുണ്ട്. കാരണം ഈ ഒരു കോടയും കാര്യങ്ങളൊന്നും കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ദേവാലഹട്ടിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ എന്ന് പറയുമ്പോൾ മസനഗുഡി അല്ലാന്നുണ്ടെങ്കിൽ മസനഗുഡി, അതേപോലെ മുതുമല ടൈഗർ റിസർവിലെ കാഴ്ചകളൊക്കെ ആണ് ഇനി വരാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.